أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را تلك آيات الكتاب المبين. നമ്മൾ മുമ്പ് പഠിച്ച സൂറത്തുകളിൽ സൂറത്തുൽ യാസീനായിരുന്നു ഇപ്രകാരം ചില അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ച സൂറത്ത്. യാ സീൻ എന്ന രണ്ട് അക്ഷരങ്ങൾ. ഇവിടെ സൂറത്തുൽ യൂസുഫ് ആരംഭിക്കുന്നിടത്ത് അലിഫ് ലാം റാ എന്ന് മൂന്നക്ഷരങ്ങൾ കൊണ്ടാണ് സൂറത്തുൽ യൂസുഫ് ആരംഭിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 29ഓളം സൂറത്തുകൾ ഇപ്രകാരം ഹുറൂഫുൽ മുഖത്തഅത്ത് എന്ന് പറയുന്ന അറബി അക്ഷരമാലയിലെ തന്നെ ചില അക്ഷരങ്ങൾ കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. ഒരു ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറ ആരംഭിച്ചത് അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന് തൊട്ടു ശേഷമുള്ള സൂറത്ത് ആൽ ഇംറാൻ, ആ സൂറത്ത് ആരംഭിച്ചത് അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അലിഫ് ലാം റാ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുണ്ട്. യാസീൻ, താസീൻ, താസീം മീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന 29ഓളം സൂറത്തുകൾ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അതിന് പിറകിലുള്ള കാരണം പറയാം. സൂറത്തുൽ യൂസുഫ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, സൂറത്തുൽ യൂസുഫിന്റെ ആദ്യത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുകയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കേണ്ടായി. അപ്പൊ വിശുദ്ധ ഖുർആനിലെ ഒരു ചരിത്രം, ഒരു സംഭവം വായിക്കുന്നതിന് മുമ്പ് അതിന്റെ സന്ദേശം മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, എന്താണ് ഒരു കഥയുടെ പിറകിലുള്ള സന്ദേശം എന്ന് നമ്മൾ അന്വേഷിച്ചു പോകാതെ ആ കഥയിലെ അല്പം പോലും പ്രാധാന്യം അർഹിക്കാത്ത കാര്യങ്ങളുടെ പിറകിൽ പോകുന്നതാണ് പൊതുവെ മുസ്ലിം സമൂഹം ചെയ്യാറുള്ളത്. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുഹാവാസികളുടെ സംഭവം പറഞ്ഞു. ആ സൂറത്തുൽ കഹ്ഫിലെ 22ാമത്തെ ആയത്തുണ്ട്, സയഖൂലൂന സലാസത്തുർ റാബിഉഹും കൽബുഹും. ആളുകൾ പറയുന്നു ആ ഗുഹയിൽ 3 പേരാ ഉണ്ടായിരുന്നത്, നാലാമത്തത് നായയായിരുന്നു. നാലാമത്തെ ഒരു നായ അവരുടെ കൂട്ടത്തിലുണ്ടല്ലോ. വയഖൂലൂന ഖംസത്തു സാദിസുഹും കൽബുഹും. ചില ആളുകൾ പറയുന്നു ഇല്ല, 4 പുരുഷന്മാരുണ്ട്, 5ാമതായിട്ട് ഒരു നായയുണ്ട്. റജ്മം ബിൽ ഗൈബ്, ഓരോരുത്തരും അവരുടെ ഊഹം വെച്ച് ഇങ്ങനെ പറയാണ്. വയഖൂലൂന സബഅതു വസാമിനുഹും കൽബുഹും. ചില ആളുകൾ ഇല്ല, 7 ആണുങ്ങളും 8ാമതായി ഒരു നായയുമുണ്ട് എന്ന് പറയുന്നു. കുൽ, പറയുക, റബ്ബി അഅലമു ബിഇദ്ദതിഹിം, ഗുഹാവാസികളായ ചെറുപ്പക്കാർ കൃത്യത്തിൽ എത്ര ഉണ്ടായിരുന്നു എന്ന് അല്ലാഹുവിനാണ് അറിയുക. ഫലാ മാ യഅലമുഹും ഇല്ലാ ഖലീൽ, വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് എത്ര പേരായിരുന്നു അന്ന് ആ ഗുഹയിൽ അകപ്പെട്ടു പോയത് എന്ന് കൃത്യമായി അറിയൂ. മറ്റു ഭൂമിയിലുള്ള പലർക്കും, മനുഷ്യർക്കൊന്നും അതറിയില്ല. ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറാ വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ. അപ്പോൾ ഇതിന്റെ പിറകെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. എത്ര പേരുണ്ടായി, അവരുടെ പേരെന്താണ്, പലപ്പോഴും പല സന്ദർഭങ്ങളിലൊക്കെ വരുന്ന ക്വിസിലൊക്കെ വരുന്ന കാര്യമാണ്. ഗുഹാവാസികളുടെ പേരെന്തൊക്കെയാണ്, അവരുടെ ഗുഹ എവിടെയാണ്. ഒരു വീട്ടിൽ പോയ സമയത്ത് അവിടെ ചുമരിൽ എന്തോ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താണ്. അപ്പൊ പറഞ്ഞു ഇത് ഗുഹാവാസികളായ ചെറുപ്പക്കാരുടെ പേരാണ്. ഖുർആനിൽ എവിടെയും അത് പരാമർശിച്ചിട്ടില്ല, നബിതങ്ങളുടെ ഹദീസിലും അത് പരാമർശിച്ചിട്ടില്ല. ജൂതരുടെ പഴയ നിയമത്തിലും ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ള പുതിയ നിയമത്തിൽ, ബൈബിളിലെല്ലാം മിക്കവാറും പഴയ നിയമത്തിലായിരിക്കും അതിനെപ്പറ്റിയുള്ള പരാമർശം വന്ന സമയത്ത് അവിടെയുള്ള പേരുകളായിരിക്കും ചിലപ്പോൾ മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എഴുതി അവരുടെ വീട്ടിൽ ഒട്ടിച്ചു വെച്ചത്. അപ്പൊ ഇതിന്റെ പിറകെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിന്റെ വടി തപ്പി നടക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിന് ഒരു വടി മോചിതത്തെ കൊടുത്തല്ലോ.
അപ്പൊ മൂസ അലൈഹി സ്വലാം വഫാത്തായിട്ടുണ്ട്, പക്ഷെ വടി അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. ആ വടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നൈനദി പിളർക്കാം. ആ വടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പാമ്പിനെ പാമ്പാക്കി മാറ്റാം എന്നതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് മൂസാ നബിന്റെ വടിക്ക് പിറകെ പോവുക, സാലിഹ് അലൈഹി സ്വലാമിന്റെ ഒട്ടകം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തേടി പോവുക എന്നീ തുടങ്ങിയിരുന്ന ഇത്തരം സംഭവങ്ങളുള്ള ആവശ്യമില്ലാത്ത നമുക്ക് പ്രത്യേകിച്ച് ഉപകാരപ്പെടാത്ത ഭൗതികമായ കാര്യങ്ങളുടെ പിറകെ പോകുന്ന ഒരു പൊതുവായ രീതി മുസ്ലിംകൾക്കുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് ഇത്തരം കഥകളിലുള്ള സന്ദേശമാണ് നമ്മൾ തേടിപ്പോകേണ്ടത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ കേരളക്കരയിൽ ആദം അലൈഹി ഇസ്ലാമിന്റെ കാൽപ്പാടും തേടിപ്പോയ ആളുകൾ. ആദം അലൈഹി ഇസ്ലാമിന്റെ കാൽപ്പാട് എൻ്റെ സ്വന്തം നാട്ടിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം. അതാണോ എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അതല്ലാതും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിന്റെ പിറകെ അല്ല നമ്മൾ പോകേണ്ടത്. ആദം അലൈഹിസ്സലാം സംഭവം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ ആയത്തുകൾക്കിടയിൽ തന്നെ നമുക്ക് പഠിക്കാൻ എത്ര സന്ദേശങ്ങളാണ്, എത്ര പാഠങ്ങളാണ്. ഇബ്ലീസ്, ശൈത്താൻ നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ശത്രുവാണ്. ആദം അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ആദ്യം അള്ളാഹു സംസാരിക്കുന്നത് ഇബ്ലീസിന് ലാനത്തുല്ലാഹി അലൈഹി പുറത്താക്കപ്പെട്ട സംഭവമായി തട്ടിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇബ്ലീസിന്റെ ഷർറും ശൈത്താന്റെ ഷർറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആ സംഭവങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും പ്രിയോറിറ്റി കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത്. അതല്ലാതെ കേവലമായ ആവശ്യമില്ലാത്തതിന്റെ പിറകിൽ പോകാൻ പാടില്ല. അതിൽ തന്നെ ഒരു ഉദാഹരണമാണ് ഇത്. ഞാൻ ഇവിടെ പറയാൻ കാരണം അലിഫ് ലാം റ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചികഞ്ഞു പോകുന്ന കുറെ ആളുകളുണ്ട്. അലിഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ സൂചിപ്പിക്കുന്നു, ലാം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, റ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹ് എന്നർത്ഥം വെക്കും. അലിഫ് ലാം മീം എന്നാണെങ്കിൽ അലിഫ് അള്ളാഹുവിന്റെ ഏകത്വത്തെ സൂചിപ്പിക്കുന്നു, ലാം അള്ളാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് അർത്ഥം, മീം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹ് ആണ് അർത്ഥം. ഇങ്ങനെ പല അർത്ഥങ്ങളും വെക്കാൻ പറ്റും. പക്ഷെ അതിന്റെ പിറകെ പോകേണ്ടതിന്റെ ആവശ്യമില്ല. കാരണം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കൽ ആവശ്യമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തരുമായിരുന്നു, നബിതങ്ങൾ തന്നെ വിശദീകരിച്ചു തരുമായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഹുറൂഫുൽ മുഖത്താഅത്ത് ഖുർആനിന്റെ തുടക്കത്തിൽ വെച്ചതിലൂടെ മറ്റു ചില ഉദ്ദേശങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയത്. ഈ ഖുർആനിലെ പല സൂറത്തുകളുടെയും തുടക്കത്തിൽ വരുന്ന ഇത്തരം അൽ ഹുറൂഫുൽ മുഖത്താഅത്ത്, അർത്ഥമില്ലാത്ത ചില അക്ഷരങ്ങൾ, അതെല്ലാം ആ അക്ഷരങ്ങളെല്ലാം ചേർത്ത് വെച്ചാൽ ഉണ്ടാവുന്ന സെന്റൻസ് നസ്സുൻ ഹക്കീമുൻ ഖാതിഉൻ ലഹു സിർറുൻ. നസ്സുൻ ഹക്കീമുൻ ഖാതിഉൻ, ഇത് യുക്തിമാനായ അള്ളാഹുവിന്റെ വചനമാണ്. ഖാതിഉൻ, ഖണ്ഡിതമായ എന്തോ ഒരു അർത്ഥം ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുണ്ട്. ലഹു സിർറുൻ, ആ അർത്ഥം നമുക്ക് ആർക്കും അറിയാത്ത ഒരു രഹസ്യമായ അർത്ഥമാണ്. അതിനെ പിന്നാലെ നമ്മൾ തേടി പോകേണ്ടതിന്റെ ആവശ്യമില്ല. മഹാനായ ഇമാം സബഖ്ശരി റഹ്മഹുല്ലാഹ് അദ്ദേഹം ഖുർആനിൽ വന്നിട്ടുള്ള ഇത്തരം ഹുറൂഫുൽ മുഖത്താഅത്ത്, ആരംഭങ്ങളിൽ വന്നിട്ടുള്ള അക്ഷരങ്ങളെ പറ്റി പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഖുർആനിൽ ഇത്തരം ഹുറൂഫുൽ മുഖത്താഅത്തായി വന്നതിൽ എല്ലാ തരത്തിലുള്ള അറബി അക്ഷരങ്ങളുണ്ട്. അറബി അക്ഷരങ്ങളിൽ തന്നെ പലതരം വിഭാഗങ്ങളാണ്. അതിൽ തന്നെ മഹ്മൂസ എന്ന് പറയുന്ന അക്ഷരങ്ങൾ, മഹ്മൂസായ അക്ഷരങ്ങൾ എന്ന് വെച്ചാൽ ഉച്ചരിക്കുന്ന സമയത്ത് ശബ്ദം വരുന്ന, ശ്വാസം പുറത്തേക്ക് വരുന്ന അക്ഷരങ്ങൾ. ഉദാഹരണത്തിന് സ, ഫ, ഹ ഒക്കെ പോലെ. അൽ മജ്ഹൂറ എന്ന് പറയുന്ന അക്ഷരങ്ങളുണ്ട്, അതായത് ഉച്ചരിക്കുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വരാത്തത്. ഉദാഹരണത്തിന് ബ, ദ, മീം പോലുള്ള അക്ഷരങ്ങൾ. ഈ രണ്ട് അക്ഷരങ്ങളും ഈ ഹുറൂഫുൽ മുഖത്തായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അർ-റഖ്വ വശദീദ, വളരെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ പറ്റുന്ന സീൻ, ഷീൻ പോലുള്ള അക്ഷരങ്ങൾ ഇത്തരം ഖുർആന്റെ ആരംഭത്തിൽ വന്നിട്ടുണ്ട്. അതേ സമയത്ത് ശബ്ദം പുറത്തു വരാത്ത രീതിയിലുള്ള ബ, ത പോലുള്ള അക്ഷരങ്ങൾ, അതിന് ശദീദായ അക്ഷരങ്ങൾ എന്നാണ് പറയുക, അതും വിശുദ്ധ ഖുർആന്റെ ആരംഭത്തിൽ വന്നിട്ടുണ്ട്. അൽ ഹുറൂഫുൽ ഖൽഖല, കൽക്കലയുടെ അക്ഷരങ്ങൾ ഖാഫ്, ത, ബ, ജീം, ദാൽ എന്നുള്ള അക്ഷരമാണ്. അതും വിശുദ്ധ ഖുർആന്റെ ആരംഭത്തിൽ ഈ രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അൽ ഹുറൂഫുൽ മുസ്തഅലിയ വൽ മുൻഖഫിള, നാവ് മുകളിൽ, നമ്മുടെ വായിന്റെ മുകളിൽ ടച്ച് ചെയ്തുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ,
നാവ് നമ്മുടെ വായിന്റെ മുകളിൽ ടച്ച് ചെയ്യാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ എന്നീ തുടങ്ങിയിരുന്ന അറബി അക്ഷരമാലിലെ അക്ഷരങ്ങൾ പലതരം വിഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ആ അത്തരം അക്ഷരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് വിശുദ്ധ ഖുർആനിലെ പലയിടങ്ങളിലായി വന്നിട്ടുള്ള ഇത്തരം അക്ഷരങ്ങൾ. എന്താണ് ഈ അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയിൽ അതീവ നിപുണരായ മക്കാ മുശ്രിക്കീങ്ങളിലേക്കാണ് വിശുദ്ധ ഖുർആൻ ഇറക്കുന്നത്. ഈ ഖുർആനെ പോലെ തുല്യമായ ഒരു ഖുർആനെ കൊണ്ടുവരാൻ അവരോട് ആവശ്യപ്പെടുന്നു, അവരോട് വാദിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പുസ്തകം, ഒരു ഗ്രന്ഥം എഴുതുന്ന സമയത്ത്, മനുഷ്യരായ ഒരാളാണ് ഒരു ഗ്രന്ഥം എഴുതുന്ന സമയത്ത് അതിന്റെ ഏറ്റവും ആദ്യ വരി ആളുകളൊക്കെ ആകർഷിക്കുന്ന രീതിയിൽ ആയിരിക്കും എഴുതുക. ആളുകളൊക്കെ ആകർഷിക്കുന്ന രീതിയിലേക്ക് അതിന്റെ ഫസ്റ്റ് വരി. അത് തന്നെയാണ് ഇവിടെ ഖുർആനിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. തുടക്കം തന്നെ ആരംഭിക്കുന്നത് അലിഫ് ലാം മീം. മക്കത്തെ മുശ്രിക്കീങ്ങൾ ഇത് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. അലിഫ് ലാം മീം, അലിഫ് നമുക്ക് അറിയുന്ന അക്ഷരമാണ്, ലാമും മീമും നമുക്ക് അറിയുന്ന അക്ഷരങ്ങളാണ്. പക്ഷെ എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം നമുക്കറിയില്ല. അപ്പൊ മനുഷ്യർക്ക് അവരുടെ അറിവ് പരിമിതമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കലാണ് ഇത്തരം അക്ഷരങ്ങൾ ആദ്യം പറഞ്ഞതിലൂടെ ഉദ്ദേശം. നിങ്ങളുടെ അറിവ് പരിമിതമാണ്, നിങ്ങൾക്കറിയാത്ത പല അറിവുകളുണ്ട്. ആ അറിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരണം. ഇപ്പം ഒരു 5 സ്റ്റാർ ഹോട്ടൽ, അതിൽ ഒരുപാട് മുറികളുണ്ട്. ആ മുറികളുടെ എല്ലാം താക്കോൽ ഒരാളുടെ കയ്യിലാണ്, ഒരു സ്റ്റാഫിന്റെ കയ്യിലാണെന്ന് കരുതുക. അയാളായിരിക്കും ആ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് അതിലോരോ മുറികൾ തുറക്കുക, അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ ലോക്കർ അത് തുറക്കുക അയാളായിരിക്കും. എന്ന് പറയുന്നത് പോലെ ഖുർആന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് ഗൈബുകളുണ്ട്, അദൃശ്യങ്ങളുണ്ട്. ആ അദൃശ്യങ്ങൾ ഒരു മനുഷ്യന് തുറക്കാൻ സാധിക്കുക അള്ളാഹുവിന്റെ സഹായത്തോടു കൂടിയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുകയുണ്ടായി, മഹാനായ ഇമാം റാസി റഹിമഹുല്ലാഹ് വലിയ അറിയപ്പെട്ട മുഫസ്സിർ പണ്ഡിതനാണ്. തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന വലിയ തഫ്സീറിന്റെ ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പേര് കൊടുത്തത് മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യങ്ങളുടെ താക്കോലുകൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ മനസ്സിലാക്കാനുള്ള താക്കോല് നമ്മുടെ മേൽ തുറന്നു തരണം. അതുകൊണ്ടാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും നന്മ കണക്കാക്കിയാൽ ദീനിൽ അവന് ഗ്രാഹ്യം കൊടുക്കും. അപ്പൊ നമ്മൾ വായിക്കുകയും നമ്മൾ പഠിക്കുകയും ചെയ്താൽ മാത്രമല്ല അറിവ് കിട്ടുക, മറിച്ച് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട ഒരു അറിവുണ്ട്. അതെങ്ങനെയാണ്? അത് ചിന്തയിൽ കൂടിയാണ് കിട്ടുക. വായിക്കാൻ ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങൾ വില കൊടുത്തു വാങ്ങാൻ എനിക്ക് സാധിക്കും. ലോകത്തുനിന്ന് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള മുഫസ്സിരീങ്ങളുടെയും തഫ്സീർ പണ്ഡിതന്മാരുടെയും ക്ലാസ്സുകൾ കേൾക്കാൻ എനിക്ക് പറ്റും. അതൊക്കെ എനിക്ക് പൈസ ചെലവാക്കിക്കൊണ്ട് നടക്കും, ഞാൻ അധ്വാനിച്ചിരുന്ന നടക്കും. പക്ഷെ എൻ്റെ അധ്വാനത്തിലല്ലാത്ത ഒരു കാര്യമുണ്ട്, അത് ചിന്തയാണ്. അപ്പൊ ഖുർആനിലുള്ള നല്ല നല്ല ചിന്തകൾ, ഖുർആനിലെ ഓരോ ആശയങ്ങളിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളിലുള്ള ചിന്തകൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്ത് നബി തങ്ങൾ അദ്ദേഹത്തിന് 13 വയസ്സുള്ള സമയത്താണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. മീൻസ് അദ്ദേഹത്തിന് 13 വയസ്സുള്ളതിന് മുമ്പ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടോയ്ലറ്റിൽ പോവാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ഫവളഅതു ലഹു വുളൂഅൻ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുളൂ എടുക്കാനുള്ള വെള്ളത്തെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശരിയാക്കി റെഡിയാക്കി വെച്ചു കൊടുത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ തന്നെ എളാപ്പയുടെ മകനാണ്. ബാത്റൂമിൽ പോകാൻ നേരത്ത് വെള്ളം കണ്ടു. നബി തങ്ങൾ ചോദിച്ചു, മൻ വളാ ഹാദാ, ആരാണ് ഈ വെള്ളം റെഡിയാക്കി ശരിയാക്കി ഇവിടെ വെച്ചത്? ഫഉഖ്ബിറ, അപ്പോൾ പറയപ്പെട്ടു ഇത് ഇബ്നു അബ്ബാസ് ആണ് വെച്ചത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ആരോ പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅവീൽ. അല്ലാഹുവേ, ദീനിൽ ഇബ്നു അബ്ബാസിന് നീ ഗ്രാഹ്യം നൽകണമേ, ഖുർആനിന്റെ വ്യാഖ്യാനം നീ ഇബ്നു അബ്ബാസിനെ പഠിപ്പിക്കണമേ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. നബി തങ്ങളുടെ കൂടെ വെറും 13 വർഷക്കാലമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ അത്ഭുതങ്ങൾ, ഖുർആനിന്റെ വ്യാഖ്യാനത്തിന്റെ വാതിലുകൾ അദ്ദേഹത്തിന് തുറന്നു കൊടുത്തു. ഹിബ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഖുർആനിലെ ഏറ്റവും
ഏറ്റവും അവഗാഹമുള്ള, ആയത്തിൽ അവഗാഹമുള്ള പണ്ഡിതൻ എന്നറിയാൻ അദ്ദേഹം അറിയപ്പെടുകയുണ്ട്. അപ്പൊ ഖുർആനിലുള്ള ഓരോ ആശയങ്ങളുടെയും അർത്ഥങ്ങളുടെയും വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് തുറന്നു തരേണ്ടത്. ഓക്കെ, അലിഫ് ലാം റാ തിൽക ആയാത്തുൽ കിതാബുൽ മുബീൻ. ഇവിടെ തിൽക തിൽക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഇവിടെ ആരംഭിക്കുന്നത്. തിൽക ആയാത്തുൽ കിതാബുൽ മുബീൻ, അവകൾ വ്യക്തമായ ഗ്രന്ഥത്തിലെ ആയാത്തുകളാകുന്നു എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അപ്പൊ തിൽക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ദൂരത്തുള്ള എന്തെങ്കിലും സാധനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തിൽക ഉപയോഗിക്കുക. സൂറത്തുൽ ബഖറയിലും ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ദാലിക്കൽ കിതാബുൽ ലാ റൈബ ഫീഹി, ആ ഗ്രന്ഥത്തിൽ സംശയമൊന്നുമില്ല. ശരിക്കും ഈ ഗ്രന്ഥം എന്ന് പറയണ്ടേ, ഈ ആയത്തുകൾ എന്ന് പറയണ്ടേ? ഹാദിഹിൽ ആയാത്ത് എന്നാണ്. ഈ ആയത്തുകൾ എന്ന് പറയാൻ വേണ്ടി പറയേണ്ടത് ഹാദിഹിൽ ആയാത്ത് എന്നാണ്. പക്ഷെ ഖുർആന്റെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്, തിൽക്കൽ ആയാത്ത്, തിൽക്ക ആയാത്ത്, ആ ആയത്തുകൾ എന്ന് പറയുന്നത്. അങ്ങനെ അവകൾ, അത് എന്ന് പറയുന്നതിന് പിറകിലുള്ള കാരണം ഖുർആനിലുള്ള ആയത്തിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. തിൽക ആയാത്തുൽ കിതാബുൽ മുബീൻ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ആയാത്തുകളാണ്. ഇവിടെ ആയാത്ത് എന്ന ഉപയോഗിച്ചത്. ആയാത്ത് എന്ന അറബി പദത്തിന്റെ അർത്ഥം ആയത്തുകൾ എന്ന അർത്ഥമുള്ളത് പോലെ തന്നെ ദൃഷ്ടാന്തങ്ങൾ എന്ന അർത്ഥമുണ്ട്. അപ്പൊ സൂര്യൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്താണ്, ചന്ദ്രൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്താണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാത്രി പകലുകൾ മാറി മാറി വരുന്നതിൽ, ആയാത്തുൽ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ സൂര്യനും ചന്ദ്രങ്ങളും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ് വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും. അൽ മുബീൻ, ഖുർആനിലെ ഓരോ ആയത്തും വ്യക്തമാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കഥ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മറിച്ച് നമുക്കെല്ലാം മനസ്സിലാക്കുന്ന വളരെ വ്യക്തമായ രീതിയിലാണ് പറഞ്ഞത്. ഇവിടെ വളരെ മനോഹരമായ ഒരു കാര്യം, ഇതിനു മുമ്പുള്ള സൂറത്തുൽ യൂനുസ്, ഇതിനു മുമ്പ് സൂറത്തുൽ ഹൂദാണ്, അതിന് തൊട്ട് മുമ്പുള്ള സൂറത്തുൽ യൂനുസ്. സൂറത്തുൽ യൂനുസ് ആരംഭിക്കുന്നത് ഇതുപോലെ തന്നെ അലിഫ് ലാം റാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ അവിടെ അലിഫ് ലാം റാ തിൽക ആയാത്തുൽ കിതാബുൽ ഹക്കീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഈ ഖുർആൻ യുക്തിമാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിലെ ആയാത്തുകളാണ് എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ യൂനുസ് ആരംഭിക്കുന്നത്. പക്ഷെ ഇവിടെ സൂറത്തുൽ യൂസുഫ് ആരംഭിക്കുന്നത് വ്യക്തമായ ഖുർആനിലെ ആയത്തുകളാണ് ഇവകൾ എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് സൂറത്തുൽ യൂനുസ് പറഞ്ഞ സമയത്ത് ഹക്കീം എന്നുള്ള പദം ഉപയോഗിച്ചു, യൂസുഫ് പറഞ്ഞ സമയത്ത് മുബീൻ എന്നുള്ള പദം ഉപയോഗിച്ചു. അതിന് പിറകിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് സൂറത്തുൽ യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ അടിസ്ഥാന തത്വങ്ങളെയും തൗഹീദ് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ പറ്റി സംസാരിച്ചത് കൊണ്ടാണ് അവിടെ കിതാബുൽ ഹക്കീം, യുക്തിമാനായ അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന് ഉപയോഗിക്കാൻ കാരണം. എന്നാൽ ഇവിടെ സൂറത്തുൽ യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാമിന്റെ കഥയെ വളരെ വിശദമായിട്ട് വ്യക്തമായിട്ട് പറയുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് സൂറത്തുൽ യൂസുഫിന്റെ ആരംഭത്തിൽ വളരെ വ്യക്തമായ സ്പഷ്ടമായ ഗ്രന്ഥമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചത്. പിന്നെ ഖുർആൻ സ്പഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വ്യക്തമാണ്. ഖുർആനിലെ ആയത്തുകൾ നമുക്കൊക്കെ വൈകാട്ടിയായ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്നാണ്. ഖുർആന്റെ ക്രോഡീകരണം സ്പഷ്ടമാണ്, എല്ലാം കൃത്യമാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ തന്നെ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തിൽ മറ്റൊരു വേദഗ്രന്ഥത്തിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. തൗറാത്ത് നഷ്ടപ്പെട്ടു പോയത്, ഇഞ്ചിൽ നഷ്ടപ്പെട്ടു പോയത് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടതുപോലെ അത് ക്രോഡീകരിക്കപ്പെടാത്തത് കൊണ്ടാണ്. ഇന്ന് പോലും ക്രിസ്ത്യാനികൾ വ്യത്യസ്ത സമൂഹങ്ങളുണ്ട്. അതിൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന ബൈബിൾ അല്ല കത്തോലിക് ക്രിസ്ത്യൻസ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, മുസ്ലിം സമുദായത്തിന്റെ വലിയൊരു മുഅ്ജിസത്താണ് ഖുർആൻ. കാരണം മുസ്ലിമീങ്ങളിൽ തന്നെ പല അവാദ വിഭാഗങ്ങളും ഇന്ന് ലോകത്തുണ്ട്. സുന്നികളുണ്ട്, ഷിയകളുണ്ട്, റാഫിദികളുണ്ട്, ബാത്തിനിയാക്കളുണ്ട്, അഹമ്മദിയാക്കളുണ്ട്, അഹമ്മദി മുസ്ലിമീങ്ങളുണ്ട്, പലതരത്തിലുള്ള മുസ്ലിമീങ്ങൾ. കർമ്മശാസ്ത്രപരമായിട്ട് മുസ്ലിമീങ്ങൾക്കെതിരെ വ്യത്യസ്ത സംഘടനകളും ശാഖകളുണ്ട്. വിശ്വാസപരമായിട്ട് മുസ്ലിമുകൾക്കിടയിൽ വ്യത്യസ്ത ശാഖകളും ഉപാന്തര വിഭാഗങ്ങളുണ്ട്. പക്ഷേ ആരുടെയെങ്കിലും കൈകളിലുള്ള ഖുർആൻ ഡിഫറൻസ് ആയിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല.
ഡിഫറൻസ് ആയിട്ട് കണ്ടിട്ടില്ല. അത് വലിയൊരു അത്ഭുതമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സുന്നികൾക്കിടയിലും ഷീകൾക്കിടയിലും ഇത്ര വലിയ പ്രശ്നം രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ലോകത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുസ്ലിമീങ്ങളുടെ കയ്യിൽ സൗദി അറേബ്യയിൽ ഒരു ഖുർആാനും ഇറാനിൽ ഷിയാക്കളുടെ കയ്യിൽ വേറെ ഖുർആാനും ആകട്ടെ. മനുഷ്യ ചരിത്രത്തിൽ അങ്ങനെയല്ല നടന്നത്. ഇപ്പൊ ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രൊട്ടസ്റ്റന്റ് ഒരു വിഭാഗമാണ്, കത്തോലിക്സ് ഒരു വിഭാഗമാണ്, ഓർത്തഡോക്സ് വേറെ വിഭാഗമാണ്, പെന്തക്കോസ്റ്റ് വേറെ വിഭാഗമാണ്. ഓരോ വിഭാഗത്തിന്റെയും ബൈബിളിൽ വ്യത്യസ്തത ഡിഫറൻസ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഡിഫറൻസ് എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ ഇത്തരം സംഘടനാപരമായിട്ട് ഇത്രത്തോളം അകൽച്ച, ഭയങ്കര പ്രശ്നം മുസ്ലിമീങ്ങൾക്കിടയിൽ സംഘടനാപരമായിട്ടും ഒക്കെ ഉണ്ടല്ലോ, വിഭാഗീയത ഉണ്ടല്ലോ. പക്ഷെ ആ വിഭാഗീയത ഖുർആൻ വ്യത്യസ്തമാവാൻ കാരണമായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഖുർആൻ അത്രത്തോളം വ്യക്തമായത് കൊണ്ടാണ്, ഖുർആൻ അത്രത്തോളം സ്പഷ്ടമായ മുബീനായ ഗ്രന്ഥമായതുകൊണ്ടാണ്. തുടർന്ന് അള്ളാഹു പറയുന്നു, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. ഇന്നാ അൻസൽനാഹു, ഈ ഖുർആൻ ഇറക്കിയത് നാമാണ്. ഇവിടെ അള്ളാഹു അൻസല എന്ന പദമാണ് ഉപയോഗിച്ചത്. അൻസല എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഇറക്കുക എന്നാണ് അർത്ഥം. ഖുർആൻ അൻസല എന്ന് ഉപയോഗിക്കുന്നവർ തന്നെ നസ്സല എന്നുള്ള പദം കൂടി ഉപയോഗിക്കുന്നുണ്ട്. നസ്സല മീൻസ് ഘട്ടം ഘട്ടമായി ഇറക്കുന്ന. അപ്പൊ ഈ രണ്ട് അർത്ഥത്തിലും രണ്ട് പദവും ഖുർആനിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ശരിയാവുക? അത് ശരിയാവുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഇറക്കുന്നതിന് മുമ്പ് ഇത് ലൗഹുൽ മഹ്ഫൂദിലായിരുന്നു. ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒറ്റയടിക്കാണ് ഇറക്കപ്പെട്ടത്. പിന്നീടാണ് ഘട്ടം ഘട്ടമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുത്തത്, പറഞ്ഞു കൊടുത്തത്. അപ്പൊ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇറങ്ങിയത് ഒറ്റയടിക്കാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ഇറങ്ങിയത് ഘട്ടം ഘട്ടമായിട്ട് 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ അറബിയൻ, അറബി ഭാഷയിലുള്ള ഖുർആനാണ്. അത് വലിയൊരു അത്ഭുതമാണ്. അറബി ഭാഷ എല്ലാവർക്കും അറിയുന്നൊരു ഭാഷയാണ്. മക്കത്തെ മുസ്ലിങ്ങൾക്കൊക്കെ നന്നായി അറിയുന്നൊരു ഭാഷയാണ്. അവർക്കൊക്കെ അറിയുന്നൊരു ഭാഷ ഉപയോഗിച്ചിട്ടാണ് ഇത്ര അത്ഭുതകരമായ സാഹിത്യ മനോഹരമായ ഒരു ഗ്രന്ഥം ഉണ്ടായത്. ഇപ്പൊ നമ്മൾ വീട്ടിലുള്ള ഒരു കുട്ടിക്ക് കളിക്കാൻ വേണ്ടി ബ്ലോക്സ് കൊടുക്കുന്നു. ബ്ലോക്സ് എന്ന് പറയുന്ന ടോയ്സ് സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ അടുക്കി വെച്ചാൽ എന്ത് സംഭവിക്കും? ഒരു വീടുണ്ടാക്കാൻ പറ്റും, പാലുണ്ടാക്കാൻ പറ്റും. അപ്പൊ കുട്ടി കളിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ കുറെ ബ്ലോക്ക് കൈ കൊടുത്തിട്ട് നമ്മൾ പള്ളിയിൽ പോയി എന്ന് കരുതുക. പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ നമ്മൾ കാണുന്നത് ചെറിയ കുട്ടി, 1 വയസ്സ് 1.5 വയസ്സ് മാത്രമുള്ള കുട്ടി, നമ്മൾ കൊടുത്ത കുറെ ബ്ലോക്സിന്റെ ഉപയോഗിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. പാലങ്ങളുണ്ട്, റോഡുകളുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്. നമ്മൾ ആ കുട്ടിയെ ഒരു സാധാരണ കുട്ടി എന്ന് പറയുമോ? ഇല്ല, ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കുട്ടിയാണ്. കാരണം ഇത്ര ചെറുപ്പത്തിലുള്ള ഈ കുട്ടി എങ്ങനെയാണ് ഒരു മെട്രോപൊളിറ്റിക്കൽ സിറ്റിയുടെ ഒരു വെൽ പ്ലാനഡ് ഡിസൈൻ ഈ ക്യൂബ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞ ടോയ്സ് മനസ്സിലായില്ലേ, ഇങ്ങനെ വെച്ചെടുത്താൽ ഒരു വീട് പോലെ ആക്കും. അതെങ്ങനെ ഉണ്ടാക്കി എന്ന് നമ്മൾ അത്ഭുതപ്പെടും. അത് തന്നെയാണ് ഖുർആന്റെ കാര്യത്തിൽ സംഭവിച്ചത്. കാരണം ഖുറൈശികൾക്ക്, അറബികൾക്ക്, അവർക്ക് അറിയുന്ന ഭാഷയാണ് അറബി. അവർക്ക് അതിലെ പദങ്ങൾ അറിയാം, അതിന്റെ സാഹിത്യം അറിയാം. ആ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും അത്ഭുതകരമായ, അവരുടെ കണ്ണത്ഭുതപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആൻ ഉണ്ടായത്. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അലിഫ് ലാം റാ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ആയത്തിൽ പറഞ്ഞത് ഖുർആനെ പറ്റിയാണ്. തിൽക ആയാത്തുൽ കിതാബുൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ, രണ്ടിലും പറഞ്ഞത് ഖുർആനെ പറ്റിയാണ്. വിശുദ്ധ ഖുർആനിൽ 29 സ്ഥലത്താണ് ഇതുപോലുള്ള ആയാത്തുൽ മുതശാബിഹാത്ത് കൊണ്ട്, അതായത് അലിഫ് ലാം റാ, അലിഫ് ലാം മീം, യാസീൻ, ത്വാസീൻ എന്നൊക്കെ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞു. അതിൽ 29ൽ 26 സ്ഥലങ്ങളിലും, ശ്രദ്ധിക്കണേ, 29ൽ 26 സ്ഥലങ്ങളിലും ആ അക്ഷരങ്ങൾക്ക് ശേഷം ഖുർആനെ പറ്റിയാണ് അള്ളാഹു സംസാരിക്കുന്നത്. ഇല്ലേ? സൂറത്ത് അൽ ബഖറ, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, ആ ഗ്രന്ഥത്തിൽ ഒരു സംശയമില്ല. സൂറത്തുൽ യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഖുർആനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സൂറത്തുൽ മറിയം കാഫ് ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു, ഖുർആനെ പറ്റിയാണ്, അല്ലാഹുവിന്റെ ദിക്റിനെ പറ്റിയാണ് പറയുന്നത്. ഖാഫ് വൽ ഖുർആനിൽ മജീദ്, ഖുർആൻ തന്നെയാണ് വിഷയം. സൂറത്തുൽ യൂനുസ് ആരംഭിക്കുന്നത്, സൂറത്തുൽ ഹൂദ്, സൂറത്തുൽ യൂസുഫ്, സൂറത്ത് ഇബ്രാഹിം, സൂറത്തുൽ ഹജ്ർ, ഈ 5 സൂറത്തുകളും ആരംഭിക്കുന്നത് അലിഫ് ലാം റാ എന്ന് പറഞ്ഞിട്ടാണ്.
ഈ സൂറത്തുൽ യൂസുഫ് ആരംഭിച്ച അലിഫ് ലാം റാ എന്ന് പറഞ്ഞിട്ടാണ് അതിനുശേഷം എല്ലാം പറഞ്ഞത് തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ കിതാബുൻ അൻസൽനാഹു ഇലൈക തിൽക ആയാത്തുൽ കിതാബി ഖുർആൻ മുബീൻ എന്ന് ഖുർആനെ പറ്റിയാണ് ഈ അക്ഷരങ്ങൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. ഖുർആനെ പറ്റിയാണ് പറയുന്നത്. ഈ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ 6ഓളം ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കീങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഖുർആൻ പോലുള്ളൊരു ഇതുപോലുള്ളൊരു ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞു, അതവർക്ക് സാധിച്ചില്ല. ഖുർആനിലുള്ളൊരു സൂറത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, അതും മക്കത്തെ മുശ്രിക്കീകൾക്ക് സാധിച്ചില്ല. ഖുർആനിലുള്ള 10 ആയത്തുകൾ പോലുള്ള 10 ആയത്തുകൾ കൊണ്ടുവരാൻ പറഞ്ഞു, അതും അവർക്ക് സാധിച്ചില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, എല്ലാ വർഷവും ഒക്കാല് ചന്ത നടക്കുന്ന മക്കയാണ്. ഒക്കാല് എന്ന് ചന്ത എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തിൽ ഹജ്ജിന്റെ സീസണോടുകൂടി നടക്കുന്ന വലിയ ചന്തയാണ് ഒക്കാൽ ചന്ത. അത് കേവലമായിട്ടൊരു എക്കണോമിക്കൽ ബിസിനസ് ചന്ത മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു കൾച്ചറൽ, ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയിരുന്നു. ലോകത്ത് തന്നെ അന്ന് ഏറ്റവും മനോഹരമായിട്ട് അറബി കൈകാര്യം ചെയ്യുന്ന കവികളും കവിയത്രികളൊക്കെ ആ ചന്തയിലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക്, കൾച്ചറൽ ഫെസ്റ്റിവലിൽ വരികയായിരുന്നു. അവരെ എഴുതിക്കൊണ്ടുവരുന്ന കവിതകൾ പാടും. അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന കവിതകൾ, ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയുള്ള കവിതകൾ കാബാലയത്തിൽ കെട്ടിത്തൂക്കും. അത്രത്തോളം അറബി ഭാഷയിലും കവിതയിലും സാഹിത്യത്തിലും കൈവക്കുണ്ടായിരുന്ന ആളുകൾ ജീവിച്ചിരുന്നുണ്ടായിട്ട് പോലും അവർക്ക് ഇതുപോലെ കൊണ്ടുവരാൻ സാധിച്ചില്ല. അതിൽ തന്നെ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കവി, ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കവി ആരാ? കുമാരനാശാൻ എന്ന് പറയാം, വള്ളത്തോൾ എന്ന് പറയാം, പല അഭിപ്രായങ്ങളുണ്ടാവും, ഓൻമി എന്ന് പറയാം. എന്ന് പറയുന്ന രീതിയിൽ അന്നത്തെ കാലത്തെ തന്നെ ഏറ്റവും വലിയ കവിയായിരുന്നു വലീദിന് മുഗീറ. നമ്മൾ ഖാലിദിന് വലീദ് എന്ന് പറയുന്ന സഹാബിയുടെ ഉപ്പ. അദ്ദേഹമാണ് ഖുർആനെ പറ്റി പറഞ്ഞത്, ഇത് വളരും, ഇതിനേക്കാൾ വളരാൻ നമുക്ക് ആർക്കും സാധിക്കൂല. ഇതിന്റെ തായ്ഭാഗം വേരൂന്നിയതാണ്, ഇതിന്റെ മുകൾ ഭാഗം ഫലവൃക്ഷങ്ങളാൽ നിറഞ്ഞതാണ് എന്ന് ഖുർആനെ പറ്റി ഇതിന് പകരം മറ്റൊന്ന് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞ വലീദുൽ മുഗീറയാണ്. തുടർന്ന് അല്ലാഹു പറയുന്നു, നഹ്നു നഖസ്സു അലൈക അഹ്സനൽ ഖസസ് ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുൻത ബിഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. ഇതാ നിങ്ങളിലേക്ക് ഏറ്റവും നല്ല, ഏറ്റവും മനോഹരമായ ഒരു കഥ നാം വിശദീകരിക്കാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, സാധാരണഗതിയിൽ നല്ല കഥകൾക്ക്, നല്ല സ്ക്രിപ്റ്റുകൾക്ക്, നല്ല നോവലുകൾക്ക്, ഒരു നല്ല നോവലും നല്ല സ്ക്രിപ്റ്റൊക്കെ ആവാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമുണ്ടോ ആ ഘടകങ്ങളെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ ഉൾപ്പെടുത്തിയതാണ് സൂറത്തുൽ യൂസുഫിലെ ഓരോ ആയത്തുകൾ. ഇദ് ഖാല യൂസുഫ് ലിഅബീഹി യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹം കുഞ്ഞായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉപ്പയുടെ അടുക്കൽ പോയി ഉപ്പയോട് പറയുന്നു, ഉപ്പ, ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നു. എൻ്റെ മുമ്പിലായിക്കൊണ്ട് 11 നക്ഷത്രങ്ങളും സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. മറുപടിയായി പ്രവാചകനായ നബിയായ യാക്കൂബ് അലൈഹി സ്വലാം പറയുന്നത് ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക. മഹാനായ യൂസുഫ് യാക്കൂബ് അലൈഹി സ്വലാമിന് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് മനസ്സിലായി. എല്ലാ സ്വപ്നങ്ങൾക്കും വ്യാഖ്യാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി ഇസ്ലാമിന് നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അദ്ദേഹത്തിന് സ്വപ്ന വ്യാഖ്യാനത്തിന്റെ അറിവ് പകർന്നു കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഈ സ്വപ്നം കേട്ട ഉടനെ തന്നെ യാക്കൂബ് അലൈഹി ഇസ്ലാമിന് മനസ്സിലായി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന. അദ്ദേഹം പറഞ്ഞു, നീ കണ്ട സ്വപ്നത്തെ പറ്റി നിന്റെ സഹോദരങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഫയഖീദൂലക കൈദ, അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർ നിനക്കെതിരെ തന്ത്രങ്ങൾ മെനയും. ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. ശൈത്താൻ മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. അപ്പൊ നിന്റെ സഹോദരന്മാരെ കൂടെ ശൈത്താനുണ്ട്, അവർ നിന്നെ എങ്ങനെയും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഇവിടെ ശൈത്താനെ പറ്റി അദുവ് എന്നാ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടങ്ങളിലും ഈ ശൈത്താന്റെ ശർറിനെ പറ്റി പറയുന്നുണ്ട്. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖ്ദു അദുവ. ശൈത്താൻ, ഇബ്ലീസ് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കാണണം. അറബി ഭാഷയിൽ ശതന എന്ന പദത്തിൽ നിന്നാണ് ശൈത്താൻ എന്നുള്ള വീടുണ്ടാകുന്നത്. ശതന എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ദൂരത്തിലാക്കുക എന്നാണ് അർത്ഥം. ദൂരത്തിലാക്കുക, വിദൂരത്തിലാക്കുക.
അപ്പൊ ഷെയ്ത്താൻ എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ അള്ളാഹുവിന്റെ അടുത്താണ്, മനുഷ്യർ അള്ളാഹുവിന്റെ അടുക്കാണ്. അള്ളാഹുവിന്റെ അടുത്തുള്ള മനുഷ്യനെ ഷെയ്ത്താൻ ദൂരത്തിലാക്കുന്നു. ആ ദൂരത്തിലാക്കുന്നതിനാണ് വലാലത്തിലാക്കുക എന്ന് പറയാം. വലാലത്തിലാക്കുക, വൈകടിലാക്കുക. എങ്ങനെയാണ് വൈകടിലേക്ക് ദൂരത്തിലാക്കുക? പാപങ്ങൾ ചെയ്ത് 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 ഇല്ലേ? നമ്മുടെ ഉപ്പയായ ആദം അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കലാണ്. ആദം അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ദൂരത്തിലാക്കിയത് ഈ പറഞ്ഞ ഷെയ്ത്താനാണ്. അപ്പൊ റബ്ബിൽ നിന്ന് ദൂരത്തിലായ നമുക്ക് മനുഷ്യന്മാർക്ക് റബ്ബിലേക്ക് അടുക്കാനൊരു വഴിയുണ്ട്. അതെന്താ? മടങ്ങി വരാനൊരു വഴിയുണ്ട്. അതെന്താ? എന്താ? ഒരാൾ പാപങ്ങൾ ചെയ്ത് 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 റബ്ബിൽ നിന്ന് വളരെ അകലത്തിലായ ഒരാൾക്ക് അള്ളാഹുലേക്ക് മടങ്ങി വരാൻ വഴിയുണ്ട്. തൗബ. തൗബ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മടങ്ങി വരിക എന്നാണ്, പശ്ചാത്തപിച്ച് മടങ്ങുക എന്നാണ്. പക്ഷെ ആ തൗബ ചെയ്യാൻ ഷെയ്ത്താൻ സമ്മതിപ്പിക്കില്ല. കാരണം ഷെയ്ത്താന് വേറൊരു പേരുണ്ട്. എന്താ പേര്? ഷെയ്ത്താന് വേറൊരു പേരുണ്ട്. എന്താ? ഇബ്ലീസ്. ഇബ്ലീസ് എന്ന പദത്തിന്റെ അർത്ഥം പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നവൻ എന്നാണ്. അപ്പൊ ഷെയ്ത്താൻ ആദ്യം നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കും, ഒരു തെറ്റ്. അത് രണ്ടാമത്തെ ദിവസം ചെയ്യിപ്പിക്കും, അതേ തെറ്റിന്റെ മൂന്നാമത്തെ ദിവസം ചെയ്യും. അത് ചെയ്ത് 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 നമ്മൾ അതിന്റെ അഡിക്റ്റ് ആക്കും. അങ്ങനെ ഒരുപാട് തവണ ആ തെറ്റ് ചെയ്ത് നമ്മൾ റബ്ബിൽ നിന്ന് വളരെ അകന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് തൗബ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ തൗബ ചെയ്യാന്ന് വിചാരിക്കുന്ന സമയത്ത് ഷെയ്ത്താൻ അവന്റെ ഇബ്ലീസിന്റെ പെരുമാറ്റവുമായിട്ട് വരും. ഇബ്ലീസ് എന്ന പദത്തിനർത്ഥം പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നവെന്ന. പ്രതീക്ഷ നഷ്ടപ്പെടുത്തും, ഹോപ്പ് നഷ്ടപ്പെടുത്തും. ഇനി നീ നന്നായിട്ടൊന്നും കാര്യമില്ലപ്പാ, ഇനി നന്നായിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും നിസ്കരിക്കാത്ത ഒരു വൃദ്ധയായ സ്ത്രീ, അവരെ ഒന്ന് നിസ്കരിക്കാൻ ഉപദേശിക്കാൻ വേണ്ടി ഞാൻ പോയി. ഒരു തവണ പോയി, 2 തവണ പോയി. പക്ഷെ എത്ര പറഞ്ഞിട്ടും അവർ നിസ്കരിക്കുന്നില്ല. അവർ സക്രാത്തിൽ കിടക്കുകയാണ്, എത്ര സംസാരിച്ച് നിസ്കരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇത്രയും കാലം നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ മരണപ്പെടുന്നതിന് മുമ്പ് ഒരു 2 റക്അത്ത് നിസ്കരിച്ച് പടച്ചോനെ ഒന്ന് പുറത്ത് തന്നെയാണ് ദ്വാ ചെയ്തിട്ട് അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് നൽകും. പക്ഷെ അന്ന് ആ വൃദ്ധയായ സ്ത്രീ എന്നോട് പറഞ്ഞത്, ഏതായാലും ഇത്രയും കാലം നിസ്കരിച്ചിട്ടില്ലല്ലോ, നമ്മൾ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല, അങ്ങനെ പോട്ടെ. അതാരെ പണിയാണ്? ഷെയ്ത്താന്റെ പണിയാണ്. പ്രതീക്ഷ നഷ്ടപ്പെടുത്തും. ഷെയ്ത്താൻ ഭയങ്കര തന്ത്രശാലിയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സമയത്ത് ഷെയ്ത്താൻ അള്ളാഹുവോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ആ സന്ദർഭം കൂടി മനസ്സിലാക്കണം. 3 തെറ്റ് ചെയ്തിട്ടാണ് ഷെയ്ത്താൻ പുറത്താകുന്നത്. ഒന്ന്, അള്ളാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അതിനോട് അനുസരണക്കേട് കാണിച്ചു. രണ്ടാമത്തത്, ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചു. തെറ്റ് ചെയ്യൽ സ്വാഭാവികമാണ്, മനുഷ്യരാണ്, നമ്മളൊക്കെ തെറ്റ് ചെയ്യും. പക്ഷെ ചെയ്ത തെറ്റിന് നമ്മൾ ന്യായീകരിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് കുടുംബ ബന്ധം മുറിക്കും ചില ആളുകൾ, അതൊരു തെറ്റാണ്. പക്ഷെ അതിന് ന്യായീകരണം ഉണ്ടാക്കും. എന്നാലും അവൻ എന്നെ കല്യാണം വിളിച്ചില്ലല്ലോ, ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. അങ്ങനെ ന്യായീകരണങ്ങൾ ഉണ്ടാക്കി ചെയ്ത തെറ്റിനെ സ്ഥിരമാക്കും. ഇപ്പൊ ഒരാള് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതൊരു ഹറാമാണ്. പക്ഷെ തൗബ ചെയ്ത് അള്ളാഹു പുറത്തു കൊടുക്കും. ഷെയ്ത്താൻ എന്ത് ചെയ്യും? അവന് ന്യായീകരണം ഉണ്ടാക്കി കൊടുക്കും. നീ ഇത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം എന്താ, നിന്റെ ഭാര്യ നിന്നെ നല്ലോണം നോക്കുന്നൊന്നുമില്ലല്ലോ, നിന്നോടൊരു സ്നേഹം കാണിക്കുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നീ ഇത് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല എന്നുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അല്ല, നിന്റെ ഭാര്യ മരണപ്പെട്ടല്ലോ, ഭാര്യ മരിച്ചില്ല, നീ ഇപ്പൊ ഒറ്റക്കല്ലേ, അപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ ഒന്നും നടക്കണ്ട, അതുകൊണ്ട് നീ ആ വിഹിത ബന്ധത്തിലൊന്നും പോയാൽ കുഴപ്പമില്ല എന്ന് ന്യായീകരണം ഉണ്ടാക്കി കൊടുക്കുന്ന ഷെയ്ത്താന്റെ സ്വഭാവമാണ്. കാരണം ഷെയ്ത്താനാണ് പാപം ചെയ്തതിന് ശേഷം അതിനെ ന്യായീകരിച്ചു. അള്ളാഹു ചോദിച്ചു, നീ എന്തേ സുജൂദ് ചെയ്യാത്തത്? ഷെയ്ത്താൻ എന്താ മറുപടി പറഞ്ഞത്? ഷെയ്ത്താൻ പറഞ്ഞു, അന ഖൈറും മിൻ ഖലഖതനി മിൻ നാരി വ ഖലഖതഹു മിൻ തീൻ. ഞാൻ എന്തിനു സുജൂദ് ചെയ്യണം? എന്നെ തീയിൽ നിന്നല്ല സൃഷ്ടിക്കപ്പെട്ടത്, അവനെ മണ്ണിൽ നിന്നല്ല സൃഷ്ടിക്കപ്പെട്ടത്. ന്യായീകരിച്ചു മാത്രമല്ല, മൂന്നാമത്തെ ഒരു തെറ്റും കൂടി ഷെയ്ത്താൻ ചെയ്തു. അള്ളാഹുവോട് പറഞ്ഞു, ഫൈമാ അഗ്വൈതനി, ഞാൻ തെറ്റ് ചെയ്യാൻ കാരണം നീയാണ് എന്ന് പറഞ്ഞു. താൻ ചെയ്ത തെറ്റിന്റെ കുറ്റം ആരുടെ മേലിട്ടു? അള്ളാഹുവിന്റെ മേലിട്ടു. പാപം ചെയ്തതിന് ന്യായീകരണം പറഞ്ഞു. അവസാനം ഞാൻ പാപം ചെയ്തതിന്റെ പിറകിലുള്ള കാരണം റബ്ബായ നീയാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മേലെ കുറ്റമിട്ടു. ഈ 3 തെറ്റുകളും ചെയ്തതിന്റെ മേൽ പുറത്താക്കപ്പെടുന്ന സമയത്ത് ഷെയ്ത്താൻ പറഞ്ഞത്, ലഅഖൂദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, എന്നെ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടാൻ കാരണക്കാരനായ ആദമിന്റെ സന്തതികൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പോകുന്ന വഴിയിൽ ഞാൻ ഇരിക്കും, അവരെ ആ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി. അവിടെ ഷെയ്ത്താൻ ഉപയോഗിച്ചിരിക്കുന്ന പദം അഖ്വദന്ന എന്നാണ്.
അക്കോദക്ക് വെറുതെ ഇരിക്കുക എന്നല്ല അർത്ഥം. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ജലസ എന്ന അറബി വേർഡാണ് യൂസ് ചെയ്യുക. അപ്പൊ ജലസ എന്നുള്ള അറബി വേർഡ് യൂസ് ചെയ്യാതെ അല്ല അജ്ലിസ് എന്ന എന്ന് പറയാതെ അല്ല അക്കോദ് എന്ന എന്ന് പറഞ്ഞതിന്റെ പിറകിലുള്ള കാരണം എന്താ? കാരണം കാദ എന്ന് പറഞ്ഞാൽ നമ്മൾ റോട്ടിൽ കൂടിയൊക്കെ പോകുന്ന സമയത്ത് പോലീസുകാർ ലൈസൻസും ഹെൽമെറ്റൊക്കെ പിടിക്കാൻ വേണ്ടി നിൽക്കൂലേ, അങ്ങനെ ഇരിക്കുന്നതിനാണ് കാദ എന്ന് പറയുക. അതായത് ഒരു പൊന്തക്കാട്ടിന്റെ സൈഡിൽ, അല്ലെ വലിയ മരത്തിന്റെ പിറകിൽ, അല്ലെ ഒരു വളവിൽ, അവിടെയൊക്കെയാണ് ആര് നിൽക്കുക? പോലീസ് നിൽക്കുക. അങ്ങനെ അവിടെ ഒളിച്ചവിടെ ഇരിക്കും. വണ്ടി വരുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യും? പുറത്തേക്ക് ചാടും. ഇതാണ് ഇബ്ലീസിന്റെ ഇരുത്തം. ഇബ്ലീസ് വളരെ തന്ത്രത്തോടു കൂടിയാണ് ആളുകളെ പറ്റിക്കാതിരിക്കുന്നത്. വളരെ തന്ത്രപരമായിട്ട്. അത് ഒരുപാട് ആയത്തുകൾ പറയുന്നുണ്ട്. അതിലേക്കൊക്കെ കടക്കാൻ സമയമില്ല, വളരെ കുറവാണ്. അതിലൊരു ഉദാഹരണം മാത്രം പറയാം. ഇബ്ലീസ് എല്ലാരെ കൊണ്ടും ഹറാമ് ചെയ്യിപ്പിക്കുന്നല്ല ചെയ്യുക. എല്ലാരെ കൊണ്ടും കള്ളുശാപ്പ് പോയിപ്പിക്കുക, എല്ലാരെയും വ്യഭിചാരം ചെയ്യാൻ പറഞ്ഞയക്കുക, അതൊന്നല്ല ചെയ്യുക. ചില ആളുകളെ ഇബ്ലീസ് 4 മണിക്ക് വിളിച്ചുണർത്തും, തഹജ്ജുദ് നിസ്കരിപ്പിക്കും, സുബൈക്ക് ജമാഅത്തിന് പള്ളിയിൽ കൊണ്ടുവരും. കാരണം ഇബ്ലീസ് തന്നെ പറയുന്നുണ്ട്, വല ആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനിൽ അൻആമി വല ആമുറന്നഹും ഫലയുഗയ്യിറുന ഖൽഖല്ലാഹ്. ചില ആളുകളെ കൊണ്ട് ഞാൻ നല്ലത് ചെയ്യിപ്പിക്കും. വസയ്യലഹും ശൈത്വാന അമാലഹും. ചില ആളുകളെ കൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യിപ്പിക്കും, ഹജ്ജ് ചെയ്യിപ്പിക്കും, ഉംറ ചെയ്യിപ്പിക്കും. അപ്പൊ തഹജ്ജുദിനൊക്കെ വിളിച്ചുകൊടുത്തു. ആരാ വിളിച്ചുകൊടുത്തത്? ഇബ്ലീസ്. പള്ളിയിൽ സുബൈക്ക് കൊണ്ടുവരും. ആരാ കൊണ്ടിരിപ്പിക്കുന്നത്? ഇബ്ലീസ്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അയാൾ ഇഷ്റാഖൊക്കെ നിസ്കരിച്ച റാഹത്തെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പറയും, ഈ നാട്ടുകാർ എന്ത് ബടക്ക് നാട്ടുകാർ, ഇവരൊന്നും സ്വർഗത്ത് പോകുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല കേട്ടോ. എന്ത് മനുഷ്യരാണ് ഇയാൾ, പള്ളിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു മനുഷ്യരല്ലേ, എന്ത് മനുഷ്യരാണ് ഇവരൊക്കെ, എന്ത് നശിച്ച മനുഷ്യരാണ്, അള്ളാഹ് ഇവർക്കൊന്നും പുറത്തു കൊടുക്കില്ല എന്ന് പറയിപ്പിക്കും. അപ്പൊ ബാറിന്റെ ഉടമകളാക്കുക മാത്രമല്ല ഇബ്ലീസ് ചെയ്യുക. ചില ആളുകളെ അള്ളാഹു മഹലിന്റെ പ്രസിഡന്റ് ആക്കും, മുസ്ലിം സംഘടനയുടെ നേതാക്കന്മാരാക്കും. അങ്ങനെ അവരെ നശിപ്പിക്കാൻ പറ്റും. ചില ആൾക്കാർ അള്ളാഹു വലിയ പണ്ഡിതനാക്കും, വലിയ ഇൽമു അല്ല, അള്ളാഹു അല്ലേ ഇബ്ലീസ് വലിയ ഇൽമു പഠിപ്പിക്കും, ഇൽമു പഠിക്കാൻ വലിയ ആവേശം കൊടുക്കും. അങ്ങനെ പഠിച്ച് ഇയാൾ വലിയ ആലിമാവും പണ്ഡിതനാവും. പക്ഷെ പഠിച്ച ഇൽമു കൊണ്ടുള്ള കിബ്റും അഹങ്കാരം പൊങ്ങച്ചം ഫസാദും മാത്രം അങ്ങനെയുള്ള ആളെ കൊണ്ടുണ്ടാവുക. ഇബ്ലീസ് എന്നെ തന്ത്രം ഭയങ്കരമാണ്. ഇബ്ലീസ് എന്നെ പറയുന്നുണ്ട് പോലെ ഉമന്നിയന്നഹും, അവർക്ക് ഞാൻ വലിയ വ്യാമോഹങ്ങളൊക്കെ ഉണ്ടാക്കും. അല്ലേ, ആദം അലൈഹി ഇസ്ലാമിൽ പറ്റിച്ചെങ്ങനെ അറിയോ? ആദം അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു മരത്തിൽ നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞു. ആദം അലൈഹി ഇസ്ലാം പറഞ്ഞത്, ആദമേ ആ മരത്തെ ഫലം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മലക്കാൻ സാധിക്കും എന്നാ പറഞ്ഞത്. നിനക്കും നിന്റെ ഭാര്യക്കും കാലാകാലം ശാശ്വതമായിട്ട് ഭൂമിയിൽ ജീവിക്കാൻ പറ്റും എന്നാ പറഞ്ഞു കൊടുത്തത്. അപ്പൊ പിന്നെ നമ്മളോട് അങ്ങനെയൊക്കെ പറയില്ലേ? 50 ലക്ഷം രൂപ കയ്യിലുണ്ട്, അത് വെച്ചൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഇബ്ലീസ് പറയും, ഒരു 50 കോടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ 1 കോടിക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. 1 കോടിക്ക് സ്റ്റാർട്ട്, അങ്ങനെ നമ്മൾ 1 കോടി ആക്കും. 50 കോടി ലോൺ എടുത്തിട്ട് 50 ലക്ഷം എന്തായാലും കയ്യിലുണ്ട്, അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാതെ 50 കോടി ലോൺ എടുത്ത് നമുക്ക് 1 കോടിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അത് പൊട്ടിപ്പോയാൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മൂപ്പറെ കാണൂല. ആരെ കാണൂല? ഇബ്ലീസിനെ കാണൂല. മൂപ്പറാണ് നമുക്ക് ആവേശം തന്ന് നമ്മളെ ഇളക്കി വിട്ടത്. മറപ്പിക്കും, അത് ഇബ്ലീസിന്റെ സ്വഭാവമാണ്. അപ്പൊ ആദം അലൈഹി ഇസ്ലാമിനെ അറിയാം, അദ്ദേഹം മനുഷ്യനാണെന്നറിയാം. പക്ഷെ ആദം അലൈഹി ഇസ്ലാമിനെ ഇബ്ലീസ് മറപ്പിച്ചാണ്. ഇബ്ലീസ് പറഞ്ഞു, നിനക്ക് മലക്കാൻ സാധിക്കും. അപ്പൊ താൻ മനുഷ്യരാണെന്നുള്ള കാര്യം ആദം അലൈഹി ഇസ്ലാം മറന്നുപോയി. അള്ളാഹു ആദമിനോട് പറഞ്ഞിട്ടുണ്ട്, ആദമും ഹവ്വയും സന്താനങ്ങളൊക്കെ ഭൂമിയിലാണ് ജീവിക്കേണ്ടതെന്ന് അള്ളാഹു ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ആ ആദമിനോടാണ് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്നത്, നിനക്ക് സ്വർഗത്തിൽ കാലാകാലം ജീവിക്കാം. അപ്പൊ കാര്യങ്ങൾ മറപ്പിക്കും. അങ്ങനെ പല രീതിയിലാണ് ഇബ്ലീസ് മനുഷ്യനെ വഴികേടിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണം, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ 2 സൂറത്ത്, സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും, നിങ്ങൾ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാട്ടോ ഇത്, വളരെ ഗൗരവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദുആക്കൾ ഉപയോഗിച്ചുകൊണ്ട് കാവൽ തേടുകയായിരുന്നു. കാവൽ തേടുന്ന സൂറത്തുകൾ എന്ന അർത്ഥത്തിൽ അൽ മുഅവ്വിദത്തൈൻ എന്നാണ് ഈ 2 സൂറത്തുകളുടെ പേര് തന്നെ. അതിൽ സൂറത്തുൽ ഫലക്ക് നിങ്ങൾ നോക്കൂ. സൂറത്തുൽ ഫലക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യത്തിൽ നിന്ന് കാവൽ തേടുന്നുണ്ട്. മിൻ ശരീ മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ വസ്തുക്കളിൽ നിന്ന്. അതിൽ പാമ്പ് പെട്ടു, തേള് പെട്ടു, നായ് പെട്ടു, പട്ടി പെട്ടു, ജിന്ന് പെട്ടു, ഇൻസ് പെട്ടു, എല്ലാം പെട്ടു. രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് അതിൽ കാവൽ തേടുന്നുണ്ട്. സിഹിർ ചെയ്യുന്ന ആൾക്കാരുടെ ഉപദ്രവത്തിൽ നിന്ന് സൂറത്തുൽ ഫലക്കിൽ കാവൽ തേടുന്നുണ്ട്. അസൂയാലുക്കൾ ചെയ്യുന്ന ഉപദ്രവത്തിൽ നിന്ന് സൂറത്തുൽ ഫലക്കിൽ കാവൽ തേടുന്നുണ്ട്. മീൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന അക്രമങ്ങളും ഉപദ്രവങ്ങൾക്ക് അങ്ങനത്തെ അതൊക്കെ തന്നെയാണ്. നായ് വരുമോ, പൂച്ച വരുമോ, പട്ടി വരുമോ,
പാമ്പുണ്ടോ, കട്ടിൽ ബെഡ് പാമ്പുണ്ടോ, അതൊക്കെയാണല്ലോ നമ്മൾ പേടിക്കുന്നത്. ഇതൊക്കെ ഈ 4 വളരെ പ്രധാനപ്പെട്ട നമ്മൾ പേടിക്കുന്ന, നമ്മൾ വളരെ ഗൗരവമായി കാണുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം കാവൽ തേടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വീട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, പ്രഭാതത്തിന്റെ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു എന്ന് മാത്രം. ശ്രദ്ധിക്കണേ, ഇത്രയും വലിയ 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടി അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് പ്രഭാതത്തിന്റെ രക്ഷിതാവിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു എന്ന് മാത്രമാണ്, എന്നൊരൊറ്റ പദം മാത്രമാണ് പ്രഭാതത്തിന്റെ കാവൽ. പക്ഷെ സൂറത്തുൽ നാസ് നോക്കൂ, സൂറത്തുൽ നാസിൽ പ്രഭാതത്തിന്റെ രക്ഷിതാവിൽ നിന്ന് കാവൽ തേടുന്നു എന്നല്ല അള്ളാഹു പറഞ്ഞത്, മറിച്ച് അള്ളാഹുവിന്റെ തന്നെ ഏറ്റവും വലിയ 3 വിശേഷണങ്ങൾ, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. അള്ളാഹുവിന്റെ ഏതെങ്കിലും സൃഷ്ടിന്റെ പേരൊന്നും പറയുന്നില്ല, ഫലക്ക് പ്രഭാതത്തെ പറ്റി പറയുന്നില്ല, സൂര്യനെ പറ്റി പറയുന്നില്ല, ഖമറിനെ പറ്റി പറയുന്നില്ല. അള്ളാഹുവിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കാവൽ തേടുന്നു. അതിൽ തന്നെ ഒരൊറ്റ തവണയല്ല, 3 തവണ ഖുൽ അഊദു ബിറബ്ബിന്നാസ്, റബ്ബായ അള്ളാഹുവിനെ കൊണ്ട് കാവൽ തേടുന്നു. ഇലാഹിന്നാസ്, ആരാധ്യനായ അള്ളാഹുവിനെ കൊണ്ട് കാവൽ തേടുന്നു. മലിക്കിന്നാസ്, ഉടമസ്ഥനായ അള്ളാഹുവിനെ കൊണ്ട് കാവൽ തേടുന്നു. ഈ 3 കാര്യങ്ങളുടെയും പേര് പറഞ്ഞ് കാവൽ തേടുന്നത് ഒരൊറ്റ കാര്യത്തിൽ നിന്ന് മാത്രം സൂറത്തുൽ നാസിൽ, അത് ശൈത്താനാ. സൂറത്തുൽ ഫലക്കിൽ നമ്മൾ പേടിക്കുന്ന 4 കാര്യത്തിൽ നിന്ന് കാവൽ തേടുവാൻ കേവലമായിട്ട് ഒരു പ്രഭാതത്തെ മാത്രം പറഞ്ഞപ്പോൾ 3 അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാവൽ തേടിയത് ശൈത്താൻ ഇബ്ലീസ് ഷർറിൽ നിന്ന്. അത് വലിയ ഷർറാണ്. അതാണ് യാക്കൂബ് അലൈഹി സ്വലാം യൂസുഫ് അലൈഹി സ്വലാമിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ശൈത്താന്റെ ഷർറിനെ സൂക്ഷിക്കണം. ആ ഷർറിൽ നിന്ന് രക്ഷപ്പെട്ട മഹാനായ യൂസുഫ് അലൈഹി സ്വലാം ഇല്ലേ, ഒരു സുന്ദരിയായ ഉന്നത കുടുംബത്തിൽ പിറന്ന ഒരു സ്ത്രീ വ്യഭിചാരത്തിൽ ഏർപ്പെടാൻ വേണ്ടി എല്ലാവിധ അവസരങ്ങളും റെഡിയാക്കിയ സമയത്തും അവിടെ നിന്ന് രക്ഷപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാം, അദ്ദേഹം ശൈത്താന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. അപ്രകാരം നിന്റെ റബ്ബ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. യാക്കൂബ് അലൈഹി സ്വലാം നബി ആയതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ യൂസുഫ് അലൈഹി സ്വലാമിനെ അള്ളാഹു നബിയായി തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ തഅ്വീലുൽ അഹാദീസ്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ മഹാനായ യൂസുഫ് അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. വയുതിമ്മു നിഅമതഹു അലൈക വഅലാ ആലി യാക്കൂബ കമാ അതമ്മഹ അലാ അബുവൈക മിൻ ഖബ്ലു ഇബ്രാഹിം വഇസ്ഹാഖ്. ഇസ്ഹാഖ് അലൈഹി സ്വലാം നബിയാണ്. ഇസ്ഹാഖ് അലൈഹി സ്വലാം യൂസുഫ് അലൈഹി സ്വലാമിന്റെ ഉപ്പാപ്പയാണല്ലോ. ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബ്, യാക്കൂബിന്റെ മകൻ യൂസുഫ്. ഇവരെല്ലാം നബിമാരാണ്. അവർക്കെല്ലാം അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല നബുവത്തിനെ കൊടുത്തു. ആ നബുവത്തിനെ പൂർത്തിയാക്കുകയും ചെയ്തു. അതുപോലെ നിനക്കും ഞാൻ പൂർത്തിയാക്കും. ഇന്ന റബ്ബക അലീമുൻ ഹക്കീം, നിന്റെ റബ്ബ് എല്ലാം അറിയുന്നവനാണ്. ഹക്കീമുൻ, നിന്റെ റബ്ബ് യുക്തിമാനായ റബ്ബാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ഇൽമു മനസ്സിലാക്കാൻ, ഖുർആന്റെ ആയകൾ മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശൈത്താന്റെ എല്ലാ ഫിത്ന ശുറൂകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത